बारे बनारस बारे बनारस बना हुआ रस है बारे बनारस बना हुआ रस है हर रसों का रस है ये है बनारस हर रसों का रस है ये है बनारस जिनको ഹർ ഹർ മഹാദേവ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ബനാറസ് എന്നും കാശി എന്നും അറിയപ്പെടുന്ന വാരണാസിയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഈ നഗരത്തിൽ വന്ന് മരണമടഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. നമുക്കപ്പോൾ ഇന്ന് കാശിയിലെ വിശേഷങ്ങൾ കാണാം. വന്ന ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഗംഗാ. ഗംഗാ ആരതി പോകുന്നത് നടക്കുന്നത് അസി ഘാട്ടിലാണ്. അതുപോലെ തന്നെ 10-50-ലധികം ഘാട്ടുകളുള്ള ഒരു സ്ഥലമാണ് കാശി. അപ്പം ഓരോ ഘട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്കിവിടെ ബോട്ട് സർവീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു കൊണ്ടുവരും. അതും ഇതൊരു ഫെസ്റ്റീവ് സീസണിലല്ല, ഒരു അവധിയുള്ള സമയം അതുകൊണ്ട് ഭയങ്കര റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്തിട്ട് വേണം പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അസി ഘട്ടിലേക്കാണ്. അവിടെയാണ് ഗംഗാരതി നടക്കുന്നത്. ബാക്കി ഗംഗാരതിയുടെ വിശേഷങ്ങൾ, കാശിയിൽ ഞങ്ങൾ എന്തെല്ലാം കണ്ടു എന്നുള്ളതെല്ലാം ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗംഗയുടെ തീരത്തുള്ള ഈ ഘാട്ടുകളിലൂടെയുള്ള ബോട്ട് യാത്ര എന്ന് പറയുന്നത് മസ്റ്റ് ട്രൈ ആണ്. ഋഷികേശിൽ പോയി കഴിഞ്ഞാൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ വാരണാസി വന്നു കഴിഞ്ഞാൽ ഘാട്ടുകളിലൂടെ ഇതുപോലെ ബോട്ടിൽ പോകുന്നത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. രാജ്ഘട്ടിൽ നിന്ന് അസി ഘാട്ടിലേക്കുള്ള ബോട്ട് യാത്രക്കിടയിൽ മണികർണിക ഉൾപ്പെടുന്ന പല ഘാട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. അതത് ഘാട്ടുകളിൽ നിന്ന് നോക്കി കാണുന്നതിനേക്കാളും വേറിട്ടൊരു രൂപമാണ് ഗംഗയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. രാജ്ഘട്ടിൽ നിന്നുള്ള ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്ന അസി ഘാട്ടിലാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങളൊന്നാണ് ഗംഗാ ആരതി. ഇന്ത്യയിലെ ഗംഗാ ആരതി നടക്കുന്നത് 2 ഇടങ്ങളിലാണ്. ഒന്ന് വാരണാസിയിലെ അസി ഘാട്ടിലും പിന്നെ ഋഷികേശിലുമാണ് നടക്കുന്നത്. കാശിയിൽ വന്നിറങ്ങിയപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നെങ്കിലും വൈകിട്ട് പെയ്ത ആ മഴ ഞങ്ങൾക്കൊരാശ്വാസം തന്നെയായിരുന്നു. ശേഷം ചെറു ചൂട് ചായ കുടിച്ചുകൊണ്ട് ആരതിയുടെ കാഴ്ചകളിലേക്ക്. Yo
ഗംഗയിൽ വെള്ളം കുറവായിരുന്നുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ബോട്ടിൽ തന്നെ ഇരുന്ന് ഗംഗാരതി കാണാൻ സാധിച്ചേനെ. രാവിലെ നടക്കുന്ന ആരതി അപേക്ഷിച്ച് വൈകിട്ട് തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കണം. വേനൽക്കാലത്ത് വൈകിട്ട് 7 മണിക്കും വിന്ററിൽ 6 മണിക്കുമാണ് ആരതി ആരംഭിക്കുന്നത്. 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആരതിക്കിടയിൽ 1 സെക്കൻഡ് പോലും കണ്ടെടുക്കാൻ തോന്നില്ല. ഗംഗാരതി കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വേറിട്ട അനുഭവമായി. ഇതുവരെ ഒരുപാട് തവണ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും വളരെ പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് എത്തിപ്പെട്ടു. ട്രെയിനിൽ ജിഷ്ണുവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് വിഷ്ണുവിൻ്റെ കൂടെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. അവർ പോരുന്നോ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഒട്ടും പ്ലാനില്ലാതെ വളരെ യാദൃശ്യമായിട്ട് ഇവരുടെ കൂടെ എത്തിപ്പെട്ട് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വളരെ സന്തോഷം, എല്ലാവിധ സന്തോഷവും. എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഋഷികേശ് വാരണാസി വിസിറ്റ് ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിരുന്നു മൊത്തത്തിൽ. എല്ലാവരും ഈ സ്ഥലം ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ്. റെഡി 1 2 3 സ്റ്റാർട്ട് പറ. റെഡി 1 2 3 സ്റ്റാർട്ട്. നാട്ടിൽ വന്ന് മരണം അടഞ്ഞു കഴിഞ്ഞാൽ മരണം അടഞ്ഞ ഇഷ്ടമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അത്രയ്ക്കും ഒരു ഓവർ